ക്യാമറ ദൃശ്യങ്ങളെല്ലാം ഞാൻ കണ്ടു. നിങ്ങൾ പാസ്ബുക്ക് കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ എടുത്ത് ശരി സാർ ഈ പാസ്ബുക്ക് ഒന്ന് നോക്കണം. ഞാൻ എടുത്തെങ്കിൽ എൻ്റെ പാസ്ബുക്കിൽ പതിക്കണം. 5000 രൂപ ബാലൻസ് ഉള്ളപ്പോഴാണ് അവർ 10000 രൂപ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഈ ട്രഷറി ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചതും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതും നിങ്ങളുടെ പേരിൽ 2 കേസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പേരിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് അദ്ദേഹം ആ പാസ്ബുക്ക് എനിക്ക് എഴുതി തന്നത്. എന്നിട്ട് അദ്ദേഹം ഞാനും കൂടെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു. അവസാനം ക്യാമറ വായിച്ചിട്ടാണ് അതിൽ നിന്ന് പൈസ എടുത്തത്. ചത്തവൻ്റെ പൈസ എടുത്തു, ആളില്ലാത്തവൻ്റെ പൈസ എടുത്തു. ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 30 കോടി എത്രയോ കോടി കിടപ്പുണ്ട്, അത് 3 മാസത്തിനകത്ത് അതിൻ്റെ ക്രയവിക്രയം നടത്താതെ പൈസ അത്രയും സർക്കാർ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ പൈസ എല്ലാം ഇവരെല്ലാം കൊണ്ടുപോകും. നമസ്കാരം. തിരുവനന്തപുരത്തെ സബ് ട്രഷറി, അതായത് മ്യൂസിയത്തിനടുത്തെ പബ്ലിക് ഓഫീസിൽ നടന്ന ഒരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനു മുൻപും സബ് ട്രഷറിയിൽ നടന്ന നിരവധി തട്ടിപ്പുകളുടെ വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ പരമേശ്വരൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അക്കൗണ്ടിൽ നിന്ന് ഈ ട്രഷറിക്കാർ പണം തട്ടിയെടുത്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പരമേശ്വരൻ നായർ തന്നെ ചേരുകയാണ്. നമസ്കാരം. എന്താണ് അച്ഛാ അവിടെ ഉണ്ടായത്? ഞാൻ 4/2 ഞാൻ ട്രഷറിയിൽ പോയി 13,000 എൻ്റെ അക്കൗണ്ടിൽ നിന്നും 13,000 രൂപയും എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും 10,000 രൂപയും എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 4 മാസം ബാങ്കിൽ ട്രഷറിയിലോ പോയിട്ടില്ല. എനിക്ക് 4 മാസമായപ്പോൾ എനിക്ക് ക്ഷേമ പെൻഷനും EPF പെൻഷനും കിട്ടി. അതുകൊണ്ട് ഞാൻ അതെടുക്കാൻ പോയില്ല. 7/5 ഞാൻ പോയി. സാധാരണ പാസ്ബുക്ക് കൊണ്ടുപോയാൽ ഒരു പൈസ തരത്തുള്ളൂ. ഞാൻ പാസ്ബുക്ക് കൊണ്ടുകൊടുത്ത് പതിച്ച് എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിഞ്ഞാലേ എനിക്ക് ചെക്ക് എഴുതാം. എൻ്റെ വൈഫ് ചെക്ക് എഴുതി തന്ന് ഞാൻ ഒപ്പിട്ട് ആധാരം കൊടുത്താലേ പൈസ തരത്തുള്ളൂ. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ 2 മാസത്തെ പൈസ അവിടെ എടുത്തിരിക്കുന്നു. ഡേറ്റിൽ 2/4 എടുത്തിരിക്കുന്നു. അപ്പം ഞാൻ അവരുടെ രണ്ടോട് ചോദിച്ചു, ഓഫീസിൻ്റെ അടുത്ത് പോയി ഒരാളോട് ചോദിച്ചു. അയാൾ എല്ലാം എഴുതിയിട്ടൊക്കെ വെട്ടിത്തിരുത്തി. അയാൾ ദേഷ്യപ്പെട്ട് കുറച്ചൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനെല്ലാം പറഞ്ഞ് ചെക്ക് ബുക്ക് പാസ്ബുക്കൊക്കെ വെട്ടിത്തിരുത്തിയിട്ട് തിരിച്ചെൻ്റെ എത്താൻ ചുവപ്പ് പേനയിട്ടൊക്കെ വെട്ടി തിരിച്ച് ഒരു ഓഫീസറുടെ അടുത്ത് പോയി. അദ്ദേഹം മാത്രം സൂപ്പറിൻ്റെ അടുത്ത് പോയി. സൂപ്പറിൻ്റെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ പൈസ പോയല്ലേ എന്ന് പറഞ്ഞു. തിരിച്ച് എൻ്റെ അടുത്ത് ഓഫീസറുടെ അടുത്ത് പോകാൻ പറഞ്ഞു. ലേഡിയാണ് ഓഫീസർ. ഞാൻ മാഡത്തിൻ്റെ അടുത്ത് കാര്യം ഇപ്പോൾ പറഞ്ഞ് ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. ശരി, എഴുതി കൊടുത്തിട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പൈസ എടുത്തതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇതിനിടയ്ക്ക് ഈ പരാതി കൊടുത്തതിൻ്റെ കൂടെ തന്നെ ജോൺ എന്നും പറഞ്ഞൊരു ജോയിൻറ്റ് ഡയറക്ടറുണ്ട്. അദ്ദേഹം കോട്ടയംകാരനാണ്, താമസിക്കുന്ന മണ്ണന്തല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇലക്ട്രിക്കിൻ്റെ പണിക്ക് സ്ഥിരമായിട്ട് പോകുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സാറേ എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ഞാൻ ഈ അപേക്ഷയും കൊണ്ട് അവിടെ പോയി അദ്ദേഹം കോപ്പി എടുത്തു. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ക്യാമറ ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മ പശക് വന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ പശക് വന്നിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല, തീർച്ചയാണെന്ന് പറഞ്ഞു. തിരിച്ച് വീണ്ടും അവരുടെ ചെന്ന് പിന്നെ ഇതിൻ്റെ ഒരു പേപ്പർ വിജിലൻസിൽ PMGയിൽ കൊടുത്തു. അവിടെ 10 ദിവസം മറുപടി കാണാത്തതുകൊണ്ട് നേരെ അവിടെ ചെന്ന് ഞങ്ങൾ ചോദിച്ചു. അത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഓഫീസറെ കാണണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ വിനോദ് സാർ, ബഹുമാനപ്പെട്ട വിനോദ് സാറിനെ പോയി കണ്ടു. സാറ് സെക്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ പേപ്പർ അവിടെ അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ പേപ്പർ ഇവിടെ അന്വേഷിക്കാതെ നേരെ ട്രഷറിയിലാണ് അയച്ചത്. അങ്ങനെയാണ് അവരുടെ മറുപടി. അപ്പോൾ ഇദ്ദേഹം വിനോദ് സാറ് പറഞ്ഞു ഒരു പരാതി കൊടുത്തിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു. പക്ഷേ പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് മറുപടി. ഇപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവിടുന്ന് കാൾ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞു. തിരിച്ച് രണ്ടാമത് ഞങ്ങൾ ട്രഷറിയിൽ പോയി പറഞ്ഞു ഞങ്ങൾക്ക് ഈ CCTV പോലെ ഞങ്ങൾക്ക് ഇതിൻ്റെ ചെക്ക് ലീഫിൻ്റെ അറിയണം, ഞങ്ങളിവിടെ വന്നിട്ടില്ല, അത്ര വലിയ ഇതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ സെക്കൻഡിൽ മാഡം നടക്കും. അപ്പോൾ അവർക്കത് ദേഷ്യം വന്നിട്ട് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ചെക്ക് ലീഫ് ഇത് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി. അത് കഴിഞ്ഞ് മ്യൂസിയത്തും ഒരു പേപ്പർ കൊടുത്തു. മ്യൂസിയത്തിൽ ഒരു പേപ്പർ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് വിളിച്ച് ഞാനും ഭാര്യയും കൂടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഞങ്ങൾ 2 സൈൻ മാത്രമേ മേടിച്ചുള്ളൂ. അതും കഴിഞ്ഞിട്ട് ഒരു വിവരം ഇല്ലാതിരുന്ന് പിന്നെ 2 ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇന്നലെ രാവിലെ ചെല്ലാൻ പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാനും ഭാര്യയും കൂടെ അടഞ്ഞു 10 മണി തൊട്ട് അവിടെ ഇരുന്നപ്പോൾ ഇന്നലെ സമരമായിരുന്നു. ഈ നോക്കുന്ന ഓഫീസർ വന്നില്ല. അദ്ദേഹം 3 മണിക്ക് വന്നിട്ട് പറഞ്ഞ് ഇന്ന് നോക്കാൻ പറ്റില്ല, ഡ്യൂട്ടി ഞങ്ങൾ രാവിലെ വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഏട്ടാണ് സന്മനസ്സുകൊണ്ട് നോക്കിയിട്ട് അദ്ദേഹം ക്യാമറയിൽ നോക്കിയിട്ട് നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ട്, അത് മാത്രമാണ് രസം. ഞാൻ പറഞ്ഞു സാറേ ഈ ക്യാമറ ദൃശ്യങ്ങളെല്ലാം ഞാൻ കണ്ടു, നിങ്ങൾ പാസ്ബുക്ക് കൊണ്ട്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ എടുത്ത് ശരി
ഇല്ലേ സാറ് ഈ പാസ്ബുക്ക് ഒന്ന് നോക്കണം, ഞാൻ എടുത്തെങ്കിൽ എൻ്റെ പാസ്ബുക്കിൽ പതിക്കണമല്ലോ, പതിക്കാതെ ഇവിടുന്ന് ഒരു ന്യായ പൈസ അദ്ദേഹം പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ ജോലിയില്ല, അതാണ് പറഞ്ഞ് കുറച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഈ ട്രഷറി ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചത് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചത് നിങ്ങളുടെ പേരിൽ 2 കേസ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കേസ് കൊടുക്കണം, ഞങ്ങൾ പുറകെ വരാം, ഞങ്ങൾ നിരപരാധിയാണ്. അപ്പോൾ എൻ്റെ 2 മക്കളുണ്ട് നമ്പർ, ഞാൻ പറഞ്ഞു അവരെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട, അവരുമായിട്ടൊന്നും ബന്ധമില്ല, ഞാനേ ടെൻഷനിലാണ്, അവരെയും കൂടെ ടെൻഷനാക്കണ്ട എന്നും പറഞ്ഞ് നമ്പർ വാങ്ങിച്ച് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ വെളിയിൽ നിന്ന് ഞാൻ വെളിയിലിറങ്ങി വന്നു. പിന്നെ വേറെയുള്ള ബുക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 5000 രൂപ ബാലൻസ് ഉള്ളപ്പോഴാണ് അവർ 10,000 രൂപ എടുത്തിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് പോലെ പറയുന്ന ഡേറ്റിലുള്ള വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഒരു ദിവസമാണ് പൈസ എടുത്തിട്ടുള്ളത്. എന്നാൽ പാസ്ബുക്കിൽ ഈ 2 പാസ്ബുക്കിലും അതേ ഡേറ്റ് തന്നെ വരണം. ഞാൻ 5-ാം തീയതി എടുത്തിന് 5-ാം തീയതി, ഇത് 2 ഡേറ്റിലും 2 പാസ്ബുക്കിലും 2 ഡേറ്റാണ് വന്നിരിക്കുന്നത്. അതും ഒരു വ്യത്യാസമാണ്. ഇതൊക്കെ പറഞ്ഞാൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് പറയില്ല, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു പരിമിതിയുണ്ട്, അതനുസരിച്ച് നമുക്ക് സംസാരിക്കാം. അവിടെ നമ്മൾ പ്രയാസത്തോടെ വീട്ടിൽ പോയി. പിന്നെ ഞാൻ വന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇനി വെച്ചോണ്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾ നിരപരാധി, നിങ്ങൾ ചിലപ്പോൾ അകത്താവും, അതിനുള്ള നോക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇതിലോട്ട് വന്നത്. അതുവരേക്കും നമ്മൾ ക്ഷമിച്ചിരുന്നു, പൈസയിലല്ലേ നമ്മൾ കഷ്ടപ്പെട്ട പൈസ എന്തിനും. ഞാൻ ഈ പരാതിപ്പെട്ട് പത്രം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ടാണ് ഈ ന്യൂസ് ഞാൻ 7 പേപ്പറും 7 കംപ്ലയിൻറ്റ് ഞാൻ എഴുതി വെച്ച് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോലീസിന് സാറേ ഇതൊന്ന് നോക്കണം, ഞങ്ങൾക്ക് അതൊന്ന് നോക്കാം സാർ. പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പ്രയാസത്തോട് ഞങ്ങൾ ഇറങ്ങി വന്ന് ഞാൻ ഇന്നലെ തന്നെ സുഹൃത്തിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ സുഹൃത്തിന് നമുക്ക് സമാധാനപ്പെട്, നമുക്കെല്ലാം ഞങ്ങൾ 2 കൂടെയാണ് രാവിലെ പോയത്. അദ്ദേഹത്തിൻ്റെ വൈഫും കുടുംബം ബാംഗ്ലൂർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വാടക വീട്ടിലൊക്കെ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആരും അറിയില്ല. ഈ അക്കൗണ്ടിൽ വെറും 5000 രൂപയുള്ള സമയത്താണ് ഈ 10,000 രൂപ പിൻവലിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം പോലീസിനോട് പറഞ്ഞപ്പോൾ എന്താണ് അവരത് കേൾക്കാൻ തയ്യാറായി? അവരൊന്നും കേൾക്കുന്നില്ല. അവർ എന്ത് പറഞ്ഞാലും ക്യാമറ നിങ്ങൾ പൈസ എടുത്തു, ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണം. ഇവർ പറയുന്ന ട്രഷറി പറയുന്ന അതേ പല്ലവി തന്നെ ഇവർ പറയുന്നത്, ക്യാമറ നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മശക്തി, ഞാൻ പൈസ എടുത്തിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് പോയെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. മാസം 3 ആയില്ലേ, ഇതുവരെയും നിങ്ങൾ എന്നെ ഒന്നും അനങ്ങുന്നില്ല. ഞാനല്ലേ നിങ്ങളുടെ പുറകെ, ഞാൻ നിങ്ങളുടെ കാശ് എടുത്തിട്ട് പോയി കള്ളത്തനം നിങ്ങൾ എന്നെ വീട്ടിൽ കിടക്കാൻ സമ്മതിക്കുമോ? ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് രസിച്ചില്ല. നമ്മൾ സ്വരം നിർത്തിയ പാട്ട് നമ്മളങ്ങ് നിർത്തി, ഞങ്ങളിഞ്ഞ് ഇറങ്ങി പോന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ സങ്കടവും പറഞ്ഞു വന്നു, ഒന്നും പ്രയാസം വേണ്ട, പൈസ വേണമെങ്കിൽ തൽക്കാലം എനിക്ക് കുറച്ച് പൈസ കണ്ട് എൻ്റെ ചെയ്യുന്നത് കൊണ്ട് പണം വയ്ക്കുക, അതൊക്കെ ബാങ്കിൽ ഇരിപ്പുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പൈസ ഞാൻ വേണ്ട സാറേ, നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, മക്കളോട് ചോദിച്ചാൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് എടുത്തില്ല. എന്നിട്ട് ഇദ്ദേഹം കാണാൻ സമാധാനം, ഇദ്ദേഹം ഇപ്പോൾ വണ്ടി എടുത്തെടുത്ത് തന്നില്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്നാൽ പലരും കാണും, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇവർ രണ്ടോടും ഞാൻ എല്ലാ അപ്പോൾ അവർക്കറിയാമെന്നുള്ള കാര്യങ്ങളൂടെ എനിക്ക് പറഞ്ഞു തരും. ഈ പാസ്ബുക്കിൽ എങ്ങനെയാണ് ഇവർ തിരുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തിരുത്തിയിരിക്കുന്നത് വെച്ചാൽ എൻ്റെ പാസ്ബുക്കിൽ കംപ്ലീറ്റ് ഒന്നിൽ എഴുതിയിട്ട് ചുവപ്പ് പേനായിട്ട് എഴുതിയിട്ട് അതിനെ കംപ്ലീറ്റ് വെട്ടി. ആ പാസ്ബുക്കിൽ വരാൻ വെച്ചാൽ സീനിയായിട്ടാണെങ്കിൽ 1, 2, 3, 4, 5 എന്നാണ് വരാം. ഇത് 1, 2, 3, 5 ഇടയ്ക്കൊക്കെയാണ് കേട്ടത്. ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ അതിനെ വെട്ടിയിട്ട് വേറെ പുതിയൊരു പാസ്ബുക്കിൽ എൻ്റെ പാസ്ബുക്കിൽ എഴുതുന്നു. എൻ്റെ പാസ്ബുക്ക് ഇവിടെ തരാനുള്ള അധികാരം ഈ സബ് ട്രഷറിയില്ല. എനിക്കുള്ള മെയിൻ അക്കൗണ്ട് കോട്ടയ്ക്കകത്താണ്. അവിടെ നിന്ന് ഒരു പാസ്ബുക്ക് തന്നു. നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ആ ബ്രാഞ്ചിൽ നിന്ന് മാത്രമേ പാസ്ബുക്ക് തരാം. അപ്പോൾ ഇവരുടെ പേരിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇദ്ദേഹം ആ പാസ്ബുക്ക് എനിക്ക് എഴുതി തന്നത്. എന്നിട്ട് അദ്ദേഹം ഞാനും കൂടെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു പോകാനല്ല, എൻ്റെ കാശും ചോദിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ TV-യിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമൊക്കെ ദേഷ്യപ്പെടും. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദേഷ്യപ്പെടുന്നൊന്നുമില്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടണം, ആരെടുത്താൽ നിങ്ങൾക്ക് എവിടെ വേണം, നീ ട്രഷറിയിലല്ലേ കംപ്ലയിൻറ്റ്, നീ പിന്നെ അവിടെ പോയി ഇവിടെ എന്തിനു വന്ന് നമ്മളുണ്ടാക്കി കുറേയൊക്കെ സംസാരിച്ചു. നമ്മൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നമുക്കൊരു പരിധിയുണ്ട്, അതുകൊണ്ട് അത് വിട്ടു വന്നു. തിരിച്ച് രണ്ടാമത്തെ അപേക്ഷ കൊടുത്തപ്പോൾ ഈ ഓഫീസർക്ക് ദേഷ്യം വന്നിട്ട് ബെല്ലടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പരാതി കൊടുത്തൊരു ഫോട്ടോ കോപ്പി കൊടുത്തു. ഞാൻ പറഞ്ഞു ഫോട്ടോ കോപ്പി എനിക്ക് സൈൻ ചെയ്താണ്. സൈൻ ചെയ്യാൻ പോയപ്പോൾ അത് സീൽ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് സീൽ ചെയ്താലേ ഞാൻ പോവുള്ളൂ, സീൽ ചെയ്ത് നിർബന്ധമായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് മറുപടിക്ക്. ഈ പണം പിൻവലിക്കാൻ താങ്കളും ഭാര്യയും തന്നെയാണോ പോകാറ്? ഞാൻ മാത്രമാണ് പോകുന്നത്. ഇപ്പം ഈ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഭാര്യ എനിക്ക് എഴുതി തന്നാലും പരമേശ്വരൻ ഭാര്യ ഫ്രണ്ടിലൊരു ഒപ്പിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കെ പരമേശ്വരൻ നായരെന്ന് ഞാൻ എഴുതിയിട്ട് എൻ്റെ ബാക്കിൽ കെ പരമേശ്വരൻ നായർ ഒപ്പിട്ട് എൻ്റെ മൊബൈൽ നമ്പറും കാണിച്ച് എൻ്റെ ആധാറും കൗണ്ടറിൽ കൊടുത്താലേ ഈ ആധാറും ഈ പേരും ഒന്നാണെന്ന് ചോദിച്ചാൽ അവർ പൈസ തരത്തുള്ളൂ. എൻ്റെ ചെക്കിന് ഞാൻ സെൽഫെന്ന് എഴുതിയിടും. ഈ പണം കിട്ടാൻ വേറെ എന്താ ഡോക്യുമെന്റ്സ് വേറെ എന്തെങ്കിലും വേണോ? ആധാർ അങ്ങനെ പണം എടുക്കാനായിട്ടാ?
നമ്മുടെ ഈ ഇൻട്രസ്റ്റ് ആണ് എടുക്കുന്ന സ്വന്തം ചെക്കാണെങ്കിൽ സെൽഫ് എഴുതിയാൽ മതി. ഇപ്പം എൻ്റെ ഭാര്യയുടെ ചെക്കാണെങ്കിൽ ഭാര്യ സതി എഴുതി ഒപ്പിടും. എന്നിട്ട് മുകളിൽ ഞാൻ കെ പരമേശ്വരൻ നായർ ആർക്കാണോ കൊടുക്കുക ഇട്ടിട്ട് ബാക്കിൽ ഞാൻ കെ പരമേശ്വരൻ നായരെന്ന് എഴുതി ടെലഫോണിൻ്റെ മൊബൈലും വെച്ചിട്ട് എൻ്റെ ആധാറും ഈ ചെക്ക് ലീഫും കൂടെ ബാസും കൂടെ കൊടുത്താൽ അവർ പൈസ തരത്തുള്ളൂ. ഇതെല്ലാം കൂടെ പരമേശ്വരൻ നായരുടെ ആധാറാണ് ചെക്ക് എന്നിട്ട് കാശ് തരത്തല്ല, അവർ തരത്തില്ല. ഈ ബാങ്കിലാണെങ്കിൽ സ്വന്തം ചെക്ക് അല്ലെങ്കിൽ. ഇപ്പോൾ ട്രഷറി അധികാരികൾ ഈ പണം തട്ടിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിന്നെ താങ്കൾക്കെതിരെ അവർ തിരിഞ്ഞിരിക്കുകയാണ്. അല്ല, പോലീസിൻ്റെ വർത്തമാനത്തിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സമയം ഇത്രയും കളഞ്ഞു, ട്രഷറിക്കാരുടെ മാനഭംഗപ്പെടുത്തി, അതോടെ നിങ്ങളുടെ പേർക്ക് 2 നടപടി ഉണ്ടാകും, കേസുണ്ടാകും. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയാണെങ്കിൽ സാർ നിങ്ങൾ മുന്നോട്ട് പോകണം, ഞാൻ പിറക്കേ വരാം. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പൈസ എടുത്തിട്ടില്ല. നിങ്ങൾ ഈ ക്യാമറയുടെ കാര്യം എൻ്റെ ഒരു ചെറിയൊരു ബുദ്ധി കൊണ്ട് ഞാൻ ചോദിച്ചു ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ലെന്ന്. അതങ്ങനെ അദ്ദേഹത്തിന് തന്നെ പറ്റുക. ഞാൻ ഒരു വിദഗ്ധൻ്റെ അടുത്ത് കമ്പ്യൂട്ടറിൻ്റെ ഒരു UK ജോലി ചെയ്യുന്ന ഒരു വിദഗ്ധന് അദ്ദേഹം തന്നെ ഇവിടെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടി ഇവിടെ തൊട്ടടുത്തുണ്ട്. ഞാൻ അദ്ദേഹത്തിന് കാണണമെന്ന് വഴിയിൽ യാദൃച്ഛികമായിട്ട് കണ്ടു. അദ്ദേഹം പറഞ്ഞു സാറെന്തൊരു പേടിക്കുന്ന, അവനെന്നറിയും എന്നെ വിളിക്കും, ഞാൻ വരാം സ്റ്റേഷനിൽ. ഈ മൊബൈൽ എന്ന് ഇത് പറയുന്നത് ക്യാമറയിൽ നിന്ന് ആളെ തിരിച്ചറിയാം, ക്ലിയറായി തിരിച്ചറിയാൻ പറ്റും. ഡാറ്റ സമയമെല്ലാം നിമിഷം കൊണ്ട് അത് മാറ്റാം. ഇതെല്ലാം ഇടയ്ക്ക് സബ് ട്രഷറിയിൽ കഴക്കൂട്ടത്ത് നടന്നെന്ന് വെച്ചാൽ ഈ പൈസ എടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫ് ചെയ്തു. പത്രം വായിച്ചിട്ടാണ്, ക്യാമറ വായിച്ചിട്ടാണ് അതിൽ നിന്ന് പൈസ എടുത്തത്. ചത്തവൻ്റെ പൈസ എടുത്തു, ആളില്ലാത്തവൻ്റെ പൈസ എടുത്തു. അപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 30 കോടി എത്രയോ കോടി കിടപ്പുണ്ട്, അത് 3 മാസത്തിനകത്ത് ക്രയവിക്രയം നടത്താതെ പൈസ അത്രയും സർക്കാർ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ പൈസ എല്ലാം ഇവരെല്ലാം കൊണ്ടുപോകും. ഇനിയിപ്പം വിജിലൻസിന് പരാതി കൊടുത്തോ നിലവിലിപ്പോൾ? വിജിലൻസിന് ഒരു പരാതി കൊടുത്ത്, രണ്ടാമത്തെ പരാതി ഇപ്പോഴാണ് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ എൻ്റെ സത്യാവസ്ഥയൊക്കെ പറഞ്ഞു, അദ്ദേഹം കേട്ട് ചെക്ക് ലീഫ് നിങ്ങളെ കാണും. ഞാൻ പറഞ്ഞു സാറേ അവർ ചെക്കിൽ എന്ത് പറഞ്ഞാലും ഒരു ക്യാമറ, പോലീസ് സ്റ്റേഷനിലെ ഒരു ക്യാമറ നിങ്ങൾക്ക് ഓർമ്മശക്തി ഇല്ല, അതാണ് കുറവ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തിനു വേണമെന്ന് അത് ചോദിക്കുന്നത്. നമുക്ക് അവരുടെ അടുത്ത് ഒന്നും തിരിച്ച് ചോദിച്ചാൽ അത് വേറെ പ്രശ്നത്തിലോട്ട് നമ്മൾ പിന്നെ വാദിപ്രതിയാവും. ഇപ്പോഴേ വാദിപ്രതിയായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആശ്രയം സഹായം ഇത് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇത് മുന്നോട്ട് വന്നത്. ഇദ്ദേഹം നേരത്തെയൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് ആരെയും ഉപദ്രവിക്കണ്ട, നമുക്ക് നമ്മുടെ പൈസ കിട്ടിയാൽ നമ്മൾ കഷ്ടപ്പെട്ട്. ഞാൻ എന്നിട്ട് ട്രഷറി ഓഫീസറുടെ അടുത്ത് പറഞ്ഞു എൻ്റെ പൈസ കുറച്ചിവിടെ കിടപ്പുണ്ട്, എൻ്റെ 23 രൂപ പോണതല്ല, ഇത് ആര് കട്ടെന്ന് വെച്ചാൽ അത് ഞാൻ കൊണ്ടുവരിക, ആ പൈസ തീർന്നാലും ശരി, ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ ഉറച്ച് നിൽക്കുകയാണ്. എന്നെ എന്ത് വേണോ നിങ്ങൾ ചെയ്യാം. 2/4 ഇപ്പോൾ പരേത് വന്നിട്ടുള്ളത്. 2/4 10,000 രൂപ ഞാൻ എടുത്തിട്ടുള്ളത്. ആ 10,000 രൂപ ഇത് കൂട്ടി നോക്കി 5,000 രൂപ ഇത് വരത്തുള്ളൂ. 5,000 രൂപ വരണിടത്ത് ഈ 10,000 രൂപ എങ്ങനെ എടുത്തെന്ന് എനിക്കറിയത്തില്ല, അവരുടെ ചോദിച്ചാൽ മറുപടിയും പറയത്തില്ല. ഒന്ന്, ഇത് എൻ്റെ പഴയ പാസ്ബുക്കാണ്. ഇത് ഒരു ഓഫീസറുടെ അടുത്ത് കൊടുത്തപ്പം അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇതിനൊക്കെ വെട്ടി. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് സാറേ ഇത് എഴുതി വെട്ടുന്നത്? അത് ഞങ്ങളുടെ പാസ്ബുക്കാണ്. എന്നിട്ട് അതിലൊരു ഇതാ വന്നിട്ടുണ്ട്. 2/4 എൻ്റെ പൈസ 10,000 രൂപ 13,000 രൂപ ഇല്ല, ഇത്ര പൈസയേ ഉള്ളൂ. അതിൽ നിന്നാണ് 10,000 രൂപ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ഇതെല്ലാം വെട്ടിയിട്ട് ഈ പാസ്ബുക്കിൽ ക്രമാതീതമായിട്ട് എഴുതി. ഇതും ശരിയല്ലതാ 3-ാം മാസം 4-ാം മാസം 5-ാം മാസം. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് 1, 5, 3, 4 ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊന്ന്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഈ എൻ്റെ അക്കൗണ്ടിലുള്ളതിൽ 5/4 ഞാൻ പോയി 13,000 രൂപ എടുത്തത്. അതേ ദിവസം തന്നെയാണ് ഞാൻ ഈ അക്കൗണ്ടിൽ നിന്നും പൈസ എടുത്തിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന 2/4. ആ 2 ഡേറ്റും തന്നെ വ്യത്യാസമാണ്. ഒരു ദിവസം നമ്മൾ പോയി ഒരു സമയം എടുക്കുമ്പം ഒരേ ഡേറ്റ് വേണ്ടേ പാസ്ബുക്കിൽ വരാം. ഇത് 2 ഡേറ്റാണ്. അവർ കളിക്കാന്നുള്ളത് കളിച്ചു. ഇതും ഞാൻ അവരോട് ചോദിച്ചു. ഇതൊന്നിനും അവർ മറുപടി പറയുന്നില്ല. ഇത് ഞാൻ തിരുത്തിയതുമല്ല, ഇവരെഴുതിയതുമല്ല. ഞാൻ 5-ാം മാസം പോയപ്പോഴാണ് എൻ്റെ ഈ 2-ാം മാസം കഴിഞ്ഞുള്ളത് കംപ്ലീറ്റ് അവരെഴുതുന്നത്. ഇതിലിതാ 2-ാം മാസം കഴിഞ്ഞ് ഇതെല്ലാം ഞാൻ പോയപ്പോഴാണ് അവരെഴുതി തന്നത്. ദേഷ്യപ്പെട്ടാണ് ഈ ബുക്കിനൊക്കെ വരച്ചിട്ട്. ഈ ബുക്കും അതുപോലെ അവർക്ക് തരാനുള്ള അധികാരമല്ല ഈ പുതിയ പാസ്ബുക്ക്. ഞാൻ എടുത്തിരിക്കുന്ന കോട്ടയ്ക്കകം സബ് ട്രഷറിയിൽ നിന്നാണ്. ഇവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് ഇതിനെല്ലാം വെട്ടി തിരുത്തിയിട്ട് ഇതൊന്നും യഥാക്രമമല്ല, നോക്കിയാൽ അറിയാം. എന്നിട്ടാണ് യഥാക്രമത്തിൽ എനിക്കിത് എഴുതി തന്നത്.